നമ്മൾ പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് വീഡിയോ കേൾക്കുന്നവരും കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ്. കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം മാധ്യമ ചാനൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ആ കുട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് CPM നേതാവായ M സ്വരാജ് ഒരു പ്രസംഗം നടത്തിയതിൻ്റെ വീഡിയോ ക്ലിപ്പ് സഖാക്കളുടെ പ്രൊഫൈലുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വ്യാപകമായി പങ്കുവെക്കുന്നതായിട്ട് കാണാനിടയായി. അദ്ദേഹം കേരളത്തിലെയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ കുട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗത്തിന്റെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. കുംഭമേള നടന്നല്ലോ, അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലേ? എന്തൊരു കണ്ണ്, എന്തൊരു മൂക്ക്, എന്തൊരു നോട്ടം, ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മാധ്യമ പ്രവർത്തകരും അതുവഴി സാമൂഹ്യ മാധ്യമങ്ങളും ആകുലചിത്തരായിട്ട് മാറി. അവിടെ മാല വിൽക്കാനൊക്കെ വന്നൊരു പെൺകുട്ടി അല്ലേ? എന്താ പെൺകുട്ടിയുടെ പേരാർക്കെങ്കിലും പറയാമോ? കണ്ടോ, എല്ലാവർക്കും അറിയാം. അപ്പൊ പെൺകുട്ടിയോട് ആരോ ചോദിച്ചു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ പെൺകുട്ടി പറഞ്ഞു സ്കൂളോ? ഞാനോ? സ്കൂളിൽ പോയിട്ടില്ല. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ വീട്ടിൽ, അയൽവക്കത്തുള്ള വീട്ടിൽ, ആ ഗ്രാമത്തിലൊന്നും ആരും സ്കൂളിൽ പോകുന്നേയില്ല. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല, ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്താണ് സ്കൂളിൽ പോകാത്തത്? വളരെ ലളിതവും കൃത്യവുമായ ഉത്തരമാണ്. ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല, അതാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം എന്ന ചിന്ത അവിടെ ഇല്ല. അങ്ങനെ ഒരു ബോധമില്ല. ഒരു സ്കൂൾ ഉണ്ടാവും, ആ സ്കൂളിന്റെ 4, 5, 6 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ പോകും. അത് ഒരു കുറവാണ് എന്ന് അവരുടെ രക്ഷിതാക്കൾക്കോ ആ സമൂഹത്തിനോ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ ഒന്നും തോന്നിയിട്ടുമില്ല. ഞാനിത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ സങ്കീർണമായ ഒരുപാട് സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം. അപ്പോൾ സ്വരാജും സഖാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചത് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ വന്നതിന്റെ ശേഷമല്ല. ഈ നേട്ടം കൈവരിച്ചത് കേരളത്തിൽ മാറി മാറി വന്ന UDF, LDF സർക്കാരുകളുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ UDF അധികാരത്തിൽ വരുന്ന സമയങ്ങളിലൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാവുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷ സംഘടനകളുടെയും ഇടതു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആ മാറ്റങ്ങൾക്ക് എക്കാലത്തും വിലങ്ങുതടിയായി നിന്ന ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അക്കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് ഒരു പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാവുന്നതാണ്. ഇടതുപക്ഷവും CPM ഒക്കെ നേരത്തെ സ്വീകരിച്ച സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ നയങ്ങളും നിലപാടുകളും കേരളത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൈവരിക്കാമായിരുന്ന നേട്ടങ്ങളെയും പുരോഗതികളെയും വികസനങ്ങളെയും ഒക്കെ പിന്നോട്ടടിപ്പിക്കുകയും തകർക്കുകയും ചെയ്ത ചരിത്രമാണ് ഇടതുപക്ഷത്തിനും ഇടതു സംഘടനകൾക്കുമുള്ളത്. എന്നാൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുമ്പ് പറഞ്ഞിരുന്നതും സ്വീകരിച്ചിരുന്നതുമായ നയങ്ങളും നിലപാടുകളുമൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നതാണ് കേരളം കണ്ടത്. അതായത് ഏറ്റവും ചുരുങ്ങിയത് സഖാക്കൾക്ക് ബുദ്ധി ഉദിക്കണമെങ്കിൽ 10 വർഷത്തെ കാലതാമസമെങ്കിലും എടുക്കുമെന്നുള്ളതാണ്. അതാണല്ലോ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലായാലും, ദേശീയപാതയുടെ കാര്യത്തിലായാലും, വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലായാലും, ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ചൂടുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വകാര്യ മേഖലയോടുള്ള മുൻകാല നയങ്ങളും നിലപാടുകളും ഒക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയും ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും സഖാക്കളും ഒക്കെ ചുരുങ്ങിയ പക്ഷം പണ്ട് നടത്തിയ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചുട്ടുകൊന്നിട്ടുള്ള മിണ്ടാപ്രാണികളുടെയും കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെയും ഈ അടുത്തായി മരണപ്പെട്ട പുഷ്പന്റെയും ഒക്കെ ആത്മാക്കളോട് 2016 ജനുവരിയിൽ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന വിദേശകാര്യ നയതന്ത്ര വിദഗ്ധനായിരുന്ന TP ശ്രീനിവാസനെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ വിദേശ ഏജന്റ് എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ചതിനും അദ്ദേഹത്തെ SFI ഗുണ്ടകൾ കരണത്തടിച്ച് വീഴ്ത്തിയതിനുമൊക്കെ സമസ്താപരാധം പറഞ്ഞുകൊണ്ട് മാപ്പ് പറയാനും തയ്യാറാവേണ്ട സന്ദർഭമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി സ്വരാജിന്റെ പ്രസംഗത്തിലേക്ക് വന്നാൽ, ഇപ്പൊ കുംഭമേളയിൽ ഒരു കുട്ടി സ്കൂളിൽ പോകാതെ, ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയാതെ, ആ കുട്ടി മാല വിൽപ്പന നടത്തുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്.
ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, ആ കുട്ടിക്ക് പഠിക്കാൻ സ്കൂളുകളില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ 35 വർഷം ഇടതുപക്ഷവും CPM-ഉം ഭരിച്ച പശ്ചിമ ബംഗാളിനെ കുറിച്ചും ആ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടി വരും. പാൻപരാഗിന്റെയും തമ്പാക്കിന്റെയും ഒക്കെ കെട്ടുമായി കേരളത്തിലേക്ക് ജോലി തേടി വരുന്ന ബംഗാളികളെ വിളിച്ചുകൊണ്ട് ഇംഗ്ലീഷിന്റെ അക്ഷരമാല ഒന്ന് ചോദിച്ചു നോക്കൂ സ്വരാജെ. അപ്പോൾ അറിയാം 35 വർഷക്കാലം ഇടതുമുന്നണിയും CPM ഭരിച്ച അവരുടെ അവസ്ഥ. അപ്പൊ അവരുടെ അവസ്ഥയും താങ്കള് ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന പെൺകുട്ടിയുടെ അവസ്ഥയും ഒക്കെ ഒന്നു തന്നെയാണ്. ചുരുക്കത്തിൽ 35 വർഷക്കാലം ഇടതുപക്ഷവും CPM-ഉം ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിൽ നിന്നും 30 ലക്ഷത്തോളം സഖാക്കളും അല്ലാത്തവരുമായ മനുഷ്യരാണ് അക്ഷരാഭ്യാസമില്ലാതെ കേരളത്തിലെ കോറികളിലും ഹോട്ടലുകളിലും മറ്റു തൊഴിലുകളിലുമൊക്കെ ആയിക്കൊണ്ട് പണിയെടുക്കുന്നത്. അവരൊക്കെ എന്തേ സ്കൂളിൽ പോകാതിരുന്നത്, അവരൊക്കെ എന്തേ പഠിക്കാതിരുന്നത് എന്നുകൂടി സഖാവ് തിരിഞ്ഞിരുന്നു കൊണ്ട് സ്വന്തം പാർട്ടിയോടും സ്വന്തം സഖാക്കളോടും ചോദിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, കേരളത്തിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിയുടെ പിതൃത്വം ഇടതുപക്ഷത്തിനോ പിണറായി വിജയന്റെ സർക്കാരിനോ മാത്രം അവകാശപ്പെട്ടതല്ല. മാറി മാറി വന്ന മുന്നണി ഭരണങ്ങളും ദീർഘവീക്ഷണമുള്ള നേതാക്കള് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതുകൊണ്ടുമുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അവരുടെ സംഭാവനകളുമാണ് എന്നുള്ളത് എം സ്വരാജിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.